തെമ്മാടിത്തരവും അഹങ്കാരവും തോന്നിവാസവും അത് നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും അത് കണ്ട് നിശബ്ദരായി വളഞ്ഞിരിക്കുന്ന മുതിർന്ന സമൂഹവും അതെന്തുമാകട്ടെ തങ്ങൾക്ക് വീതം കിട്ടണമെന്ന് വിശ്വസിക്കുന്ന മഹല്ലുകാരും ജമാഅത്തുകാരുമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് തോന്നിയാസവും നടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് പൊതുസമൂഹത്തിൻ്റെ നെഞ്ചത്തായാലും റോഡിലായാലും ഇത്തരം തെമ്മാടികൾ കാണിച്ചുകൊണ്ടേയിരിക്കും. കണ്ണൂരിലെ മേലെ ചൊവ്വയിൽ നിന്ന് എയർപോർട്ട് റോഡിലേക്ക് കയറിയാൽ ആദ്യം കാണുന്ന സ്ഥലമായ വാരം എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന തോന്നിയാസങ്ങളുടെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ച് കിട്ടിയിട്ടുണ്ട്. ആദ്യം ആ തെമ്മാടിത്തരങ്ങൾ അതൊന്ന് കാണാം. ഉത്തമ സമുദായത്തിൻ്റേതാണ്. അഹങ്കാരികളാൽ സാമ്പത്തികമായ ലാഭവും നേട്ടവും കയ്യിൽ കാശും കിരികിരിപ്പും അത് നടത്താനുള്ള എല്ലാ ഒത്താശകളും കിട്ടുമെങ്കിൽ ഏത് ചെറിയ കുസൃതിക്കാരനും ലോക തെമ്മാടിയും ഫ്രോഡുമാകുമെന്നുള്ളതിൻ്റെ തെളിവാണ് ഇത്തരം ദൃശ്യങ്ങളിലൂടെ കാണുന്നത്. ആദ്യം അതൊന്ന് കാണാം.
വിവാഹത്തെക്കുറിച്ച് വ്യത്യസ്ത വീക്ഷണങ്ങളില്ലാതെ ഒരേ അർത്ഥത്തിൽ, ഒരേ രൂപത്തിൽ, ഒരേ ഭാവത്തിൽ പ്രവാചകൻ പറഞ്ഞ ലളിതസുന്ദരമായ മനോഹരമായ നിക്കാഹും അതിനോടനുബന്ധിച്ചുള്ള സംഗതികളുമൊക്കെ ഉണ്ട്. അതിൽ കാലത്തിൻ്റെ ചേരുവകൾ ചേർത്ത് കുറേയൊക്കെ വിശാലമാക്കി അതിന് ചില താത്വികമായ പരിവേഷം നൽകി അത് മാർഗമുള്ളവനും പണമുള്ളവനുമാണ് നടത്തുന്നതെങ്കിൽ അവിടുത്തെ കുത്തുബ പ്രസംഗത്തിന് ഞാൻ വരട്ടെ എന്ന് അങ്ങോട്ട് വിളിച്ച് ചോദിക്കുന്ന, അതിൻ്റെ പേരിലും കിട്ടുന്ന പങ്ക് പറ്റാൻ മോഹിക്കുന്ന ഒരു കൂട്ടം പളവളപ്പുള്ള ആത്മീയ നേതാക്കൾ വേണ്ടതിനും വേണ്ടാത്തതിനുമൊക്കെ എവിടെ തുറക്കണം വായെന്ന് നന്നായി അറിയാവുന്നതുകൊണ്ട് അവരുടെയൊക്കെ നിശബ്ദ സാന്നിധ്യത്തിലാണ് ഇത്തരം സംഗതികളൊക്കെ ഇവിടെ അരങ്ങേറിയത്. അത് അരങ്ങേറി അവസാനം അതിപ്പോൾ അഴിഞ്ഞാട്ടമായി തെരുവുകളിൽ മാറുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടിയാണ് നിങ്ങൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം കണ്ണൂരിലുണ്ടായ ഈ പറയുന്ന കാണിച്ച തോന്നിയാസത്തിൻ്റെ ഫലമായി ഈ വാരമെന്ന് പറയുന്ന എയർപോർട്ട് റോഡ് അടക്കമുള്ള മേഖലകളിൽ വാഹനങ്ങൾ ഒരുപാട് തടസ്സപ്പെടുകയും ആംബുലൻസ് അടക്കം പെട്ടുപോവുകയും ഒടുവിൽ പോലീസിന് ലാത്തി വീശേണ്ടി വരികയും ചെയ്തു എന്നാണ് വാർത്ത. ഉത്തമ സമുദായം വിവാഹം നടത്തുന്ന തെമ്മാടിത്തരത്തിൻ്റെ കാഴ്ച. ഒന്നും സംഭവിക്കില്ല. ഇതിനു മുമ്പ് തുള്ളിയവർക്കാർക്കും ഒന്നും സംഭവിക്കാത്തതുകൊണ്ട് എവർക്കും ഒന്നും സംഭവിക്കില്ല. മഹല്ലുകളും ജമാഅത്തുകളും ആകട്ടെ ഇതിലൊന്നും വലിയ പ്രശ്നവുമില്ല. അവർക്കുള്ള സന്തോഷം അങ്ങോട്ടും ഇങ്ങോട്ടും സുന്നിയും മുജാഹിദും ജമാഅത്തും തബ്ലീഗും പറഞ്ഞ് ഏറ്റുമുട്ടലും ഏറ്റുമുട്ടിക്കലുമാണ് അവരുടെയും സന്തോഷം. ഏതായാലും ഇത്തരം സംഗതികളിൽ കർശനമായ നടപടികൾ എടുക്കുകയും പറ്റുമെങ്കിൽ കാപ്പ പോലെയുള്ള വകുപ്പുകൾ ചുമത്തി ഇത്തരം തോന്നിയാസികളെ അകത്തിടുകയും ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ഉറച്ച നിലപാട്. ഏതായാലും ഇതൊക്കെയും ഈ പറയുന്ന സമുദായത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ശത്രുക്കളും അതിനെ തകർക്കാൻ ശ്രമിക്കുന്നവരുമാണെന്നുള്ള ഒരു ബോധത്തിൽ തന്നെ ഇവരെ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റാർക്കും വേറൊന്നിനെയും തകർക്കാനാവില്ല, സ്വയം തകർക്കുന്നതിലൂടെ അല്ലാതെ.